जो वाकई अपने वाले पागले ने लोग जो वाकई अपने वाले पागले ने लोग जो वाकई अपने वाले पागले ने लोग പതിനഞ്ചിലധികം ഡ്രോണുകൾ ഇപ്പോൾ ഈ ഒരു 2 മിനിറ്റിനുള്ളിൽ പറന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നു. വീണ്ടും വരുന്നു. വലിയ രീതിയിലുള്ള വീണ്ടും പ്രകോപന ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എല്ലാം ഈ ഒരു മേഖലയിലേക്ക് ജമ്മു നഗരമേഖല കേന്ദ്രീകരിച്ച് വരുന്ന ഡ്രോൺ ആക്രമണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മാത്രം എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത്. എല്ലാം ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒരു പരിധിവരെ അത് ഉയർന്നു പൊങ്ങിയ ശേഷം അത് വീണ്ടും താഴേക്ക് പതിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ തീഗോളം ഇല്ലാതാകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും വീണ്ടും നമ്മുടെ ക്യാമറയുടെ മുൻഭാഗത്താണ് ഇപ്പോൾ ഈ വിഷ്വൽസ് വരുന്നത്. പല ഭാഗത്ത് നിന്ന് അത് ആദ്യം ഈ ഒരു ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന ജമ്മു ടൗണിലാണ് നിൽക്കുന്നത്. പല റോഡുകൾ പല ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഇതിന്റെ പല ദിശയിൽ നിന്ന് ഇപ്പോൾ ഡ്രോണുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 15-ലധികം ഡ്രോണുകൾ ഇങ്ങോട്ടേക്ക് എത്തി. ഇപ്പോൾ ഒരു നിശബ്ദതയുണ്ട്. കഴിഞ്ഞ നമ്മൾ ന്യൂസ് അവറിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏകദേശം 8-10 തുടങ്ങിയ ഏകദേശം 15ഓളം ഡ്രോൺ പ്രയോഗം ഏകദേശം ഒരു 10 മിനിറ്റോളം 12 മിനിറ്റോളം നീണ്ടു നിന്നു. അതെല്ലാം തന്നെ ഇന്ത്യൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ലാതാക്കി. ഒരെണ്ണം പോലും താഴേക്ക് പതിച്ചില്ല. നമ്മൾ അത് കൃത്യമായി ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് എനിക്ക് പുറകിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണമായി. അത് ഈ കൃത്യം 9 മണിയാണ്. 9 മണിക്ക് സമയത്താണ് അതുണ്ടായത്. ഏകദേശം 12-ലധികം ഡ്രോണുകൾ ഈ ഭാഗത്തേക്ക് ഉയർന്ന് പൊങ്ങി വന്ന കാഴ്ച കാണാൻ സാധിക്കും. എല്ലാം അത് ഇന്ത്യയിലെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അതുപോലെ തന്നെ ആന്റി ഡ്രോൺ പ്രതിരോധ സംവിധാനം വഴി അത് തകർക്കുകയുണ്ടായി. അങ്ങനെ നിശ്ചിത ഇടവേളകളിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ജമ്മു നഗരത്തിന് മേൽ 2ാം ദിവസവും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഉണ്ടാകുന്നു. നേരത്തെ വൈകിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് ശേഖരിച്ച വിവരം കൃത്യമായിരിക്കുന്നു. ആക്രമണം അത്തരത്തിലുണ്ടായിരിക്കുന്നു. സൈറൺ പലയിടത്തും മുഴങ്ങുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ വലിയ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ ഇത് നിന്നിരിക്കുന്നു. ഏകദേശം 9 മണിയോടുകൂടി 3 മിനിറ്റിനുള്ളിൽ 15-ലധികം ഡ്രോണുകളാണ് ഇങ്ങോട്ടേക്ക് പൊങ്ങി വന്നത്. അനൂപ്, ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, സാധാരണ ഒരു സൈനിക സംവിധാനത്തിൽ ഒരേ സ്ഥലത്ത് തുടർച്ചയായി 2 ദിവസം ഒരേ സമയത്ത് ആക്രമണം നടത്തുക അതൊരു ശരിയായ ഓപ്പറേഷൻ രീതിയായിരുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും സൈറൺ മുഴങ്ങുന്നുണ്ട്. അനൂപ്, അതാണ് ഞാനൊന്ന് നിർത്തിയത്. വീണ്ടും സൈറൺ മുഴങ്ങുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് അത്തരത്തിൽ
അതെ അനൂപ്, ഇന്നും സമാന രീതിയിൽ സമാന സ്ഥലത്ത് ഒരേ സമയം ഇന്നലെ എപ്പോഴാണോ കൃത്യസമയം, അതായത് ഇന്നലെയും 8 മണിയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ആ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത്. ഇന്നും ജമ്മു നഗരത്തിന് മേൽ സമാന ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, ആക്രമണ ശ്രമം നടത്തിയിരിക്കുന്നു. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒരെണ്ണം പോലും അത് താഴേക്ക് പതിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം എല്ലാം തന്നെ ആകാശത്ത് വെച്ച് തന്നെ അത് ഇല്ലാതായി മാറുന്ന അവസ്ഥയും കാണാൻ സാധിക്കും. ഇന്നലെ 50ഓളം ഡ്രോണുകളാണ് ജമ്മു നഗരത്തിന് മേൽ മാത്രം വന്നത്. പക്ഷേ അത്രയും ഡ്രോണുകൾ ഏകദേശം ഒരു 2 മണിക്കൂറിനിടയിലാണ് പാകിസ്ഥാൻ അത് ഫയർ ചെയ്തത്. ഇന്ന് ഏകദേശം 1 മണിക്കൂറിനിടയിൽ ഏകദേശം 30ഓളം ഡ്രോണുകൾ. ആദ്യം നമ്മൾ ന്യൂസ് അവർ സമയത്ത് സംസാരിക്കുമ്പോൾ 15-17 ഞാൻ തന്നെ ഇവിടെ എണ്ണിയിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് 10-12 കണ്ടിരുന്നു. ഇത് എനിക്ക് കാണാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും നേരത്തെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം വലിയ രീതിയിൽ ഇന്നലത്തെ ആക്രമണ ശ്രമത്തിന് സമാനമായ രീതിയിൽ തന്നെ ജമ്മുവിന് നേരെ അവർ ആക്രമിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ജമ്മുവിന്റെ അതിർത്തി മേഖലകളായ നിയന്ത്രണ രേഖകളിലായ അഖ്നൂരിലും പൂഞ്ചിലും രജൌരിയിലും കനത്ത വെടിവെപ്പ് നടക്കുന്നുണ്ട്. അതൊരു കവറിംഗ് ഫയർ ആണ്. കാരണം ഈ 2 രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ, 2 രീതിയിലും ആക്രമണം നടത്തുമ്പോൾ ഈ ശത്രു ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ രീതിയാണ് ആ രീതി. അങ്ങനെ 2 തരത്തിലും, അതായത് ഇന്ത്യൻ സൈന്യത്തെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ശക്തമായ തിരിച്ചടി ഈ ഭാഗത്തൊക്കെ നൽകുന്നു. നിയന്ത്രണ രേഖയിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ഈ ഡ്രോണുകളെ തുരത്തി ഓടിക്കുന്ന അല്ലെങ്കിൽ ഡ്രോണുകളെ ഇല്ലാതാക്കുന്ന ഈ സംവിധാനത്തിൽ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളും ഇന്ത്യ വിഫലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ജമ്മു മേഖലയിൽ മാത്രമല്ല, ജമ്മുവിന്റെ പല മേഖലകളിലും ഇത്തരം ഡ്രോണുകൾ പറന്നതായി നമുക്ക് സംശയമുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേന അല്ലെങ്കിൽ സേനകൾ വ്യക്തമാക്കിയത് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു. ആ ലക്ഷ്യം തന്നെയാണ് ഇന്നത്തെയും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സേന ആസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് കേന്ദ്രങ്ങൾ, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ സ്ഥിരീകരണം വരണം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്തരത്തിലാണ് ഇവരുടെ ആക്രമണ ശ്രമം നടത്തിയത്. പക്ഷേ എല്ലാം തന്നെ അത് ഇല്ലാതാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്നും നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. കാരണം എന്നോട് നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇന്നും അവർ ഈ ഒരു ആക്രമണം അവർ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിലൊരു ആക്രമണ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ്. അതിന്റെ എല്ലാ കരുതലുകളും ഇന്ത്യ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആകാശത്ത് കണ്ട എല്ലാ ഡ്രോണുകളും അത് ഇല്ലാതായി പോകാനുള്ള കാരണം അത് തന്നെയാണ്. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ഇന്ത്യക്ക് കിട്ടിയിരുന്നു. മിലിറ്ററി ഇന്റലിജൻസ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി നിരീക്ഷിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയാവും ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ തകർത്തത്. ഏതായാലും ജമ്മു നഗരം മുഴുവനും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടിലാണ്. ഒരു ഭാഗത്തും വെളിച്ചമില്ല. ഇപ്പോഴും ഈ ഭാഗത്ത് വണ്ടികളിൽ വെളിച്ചം തെളിയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടുത്തെ ഡ്രൈവർമാർ അവരോട് വിളിച്ചു പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കും. ലൈറ്റ് ബന്ദ് കരോ എന്ന് കേൾക്കാൻ, അന്നിങ്ങനെ വിളിച്ച് പറയുന്നതും കേൾക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരു ചെറിയ ലൈറ്റിന്റെ കണിക പോലും ഇല്ലാതെ അത്തരത്തിൽ നേരത്തെ സിവിൽ ഡിഫൻസ് ടീമും ഈ ഭാഗത്തെത്തി ഇവിടെ നിന്ന് ആൾക്കാരോട് മാറാൻ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് ഈ ആക്രമണം നടത്തിയതിൻ്റെ ഒരു സമയം പറഞ്ഞു തരാം. നമ്മൾ വൈകിട്ട് 7 മണിക്ക് നമ്മൾ അനൂപിൻ്റെ നമ്മുടെ പ്രത്യേക ഷോയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു വിവരം കിട്ടുന്നു. അത് നമ്മൾ പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ലൈവ് കഴിഞ്ഞ ഉടനെ എനിക്ക് വന്നൊരു മെസ്സേജ് ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് എന്നായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ മുന്നിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ സമീപത്തുള്ള ലൈറ്റുകൾ ഓഫ് ആകുന്നു. നമ്മൾ വാർത്ത എടുക്കുന്നു, വീണ്ടും ലൈവ് കയറുന്നു. तो उसके पीछे भाग के फायदा कुछ नहीं है, वो गाड़ी फुल है वो।
ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വാ, ഇങ്ങ് വാ. ഇവിടെ റോഡ് പോവല്ല ഇങ്ങോട്ട്. അനൂപ് ശരിയാണ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ അത്തരത്തിലൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇപ്പോൾ അലാറവും കേൾക്കുന്നില്ല. ഏതായാലും നേരത്തെ ഉണ്ടായതുപോലുള്ള പാകിസ്ഥാന്റെ പ്രകോപനം ഇനിയും ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് കണക്കിലെടുത്ത് സൈന്യം മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് അതിനർത്ഥം ഇപ്പോഴും ഈ ഇവിടുത്തെ ബ്ലാക്ക് ഔട്ട് മാറ്റിയിട്ടില്ല. അതായത് ഇപ്പോഴും ഈ ജമ്മു നഗരം ലൈറ്റുകൾ ഓഫാക്കി ഇരുട്ടിലാണ് ജമ്മു നഗരം ഇപ്പോഴും കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇനിയും അതിനകത്തൊരു സാധ്യത ഉണ്ടാകാം. കാരണം രാത്രി സമയത്താണ് ഇത്തരത്തിലുള്ള ഡ്രോൺ അറ്റാക്കുകൾ സാധാരണ ഉണ്ടാകാറ്. നമ്മൾ ഇന്നലെ 4:20 നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ക്യാമറമാനാണ് സുരേഷ് എസ് നായരാണ് ആദ്യം ആ ശബ്ദം കേൾക്കുന്നത്, എന്നെ വിളിച്ചു നിർത്തുന്നതും. ഞാൻ ജനൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതേ കാഴ്ച, നമ്മൾ അല്പം മുമ്പ് കണ്ട അതേ കാഴ്ചയാണ് ഞാൻ ഇന്നലെ എൻ്റെ റൂമിലിരുന്നും കണ്ടത്, ജനലിൽ കൂടി നോക്കുമ്പോഴും കണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നലെ പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. ഈ ലൈവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഇത് കാണാൻ സാധിച്ചത്. ഞങ്ങൾ ഒരു കടയുടെ സൈഡിലിരുന്നാണ് ഇത് ഷൂട്ട് ചെയ്തത്. അതേസമയം ഇവിടെ ഒരു ബസ്സും പോകുന്നുണ്ടായിരുന്നു. ആ ബസ്സിൻ്റെ സൈഡിലേക്ക് പിന്നീട് മാറുകയുണ്ടായി. അനൂപ് പറഞ്ഞതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഔട്ട് മാറാത്ത അടുത്തോളം കാലം ഇനിയൊരു പ്രകോപന ശ്രമം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അത് പുലർച്ചെ എപ്പോൾ വേണമെങ്കിലും അത്തരത്തിലുള്ളൊരു സാധ്യത ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് സൈന്യം അല്ലെങ്കിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം, നമ്മുടെ സൈനിക ശേഷി, ഇതെല്ലാം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി തന്നെ ഇരിപ്പുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നും ഇന്നലെയും പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി തിരിച്ച് ചുട്ട മറുപടി കൊടുത്തത്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നമ്മൾ 2 ദിവസവും കണ്ടത്. ഞാൻ 2 ദിവസവും കണ്ടത് നമുക്ക് വ്യക്തമായി അത് ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യയുടെ സൈനിക ശക്തിയെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ വെല്ലുവിളിക്കാനോ കഴിയില്ല എന്നതിന് വ്യക്തമായ തെളിവ് നമ്മൾ ക്യാമറയിലൂടെ പ്രേക്ഷകരെ കാണിച്ചും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ജമ്മു നഗരം അതീവ ജാഗ്രതയിലാണ്, സുരക്ഷയിലാണ്. ഇവിടെ പോലീസുകാർ പല സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. അവർ ബാരിക്കേഡ് പല സ്ഥലങ്ങളിൽ വച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ പരമാവധി ഈ വെളിച്ചം ഓഫാക്കി പോകാൻ പറയുന്നുണ്ട്. പക്ഷേ ബ്രൈറ്റ് അടിക്കാതെ ഡിം ലൈറ്റ് അടിച്ചെങ്കിലും പോകണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പോകുന്നത് ഒരു പോലീസ് വാഹനമാണ് പോകുന്നത്. നേരത്തെ സിവിൽ ഡിഫൻസ് ടീം നമ്മൾ ന്യൂസ് അവറിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവർ പലയിടത്തും ആൾക്കാരോട് പോയി റോഡിൽ ഇറങ്ങി നടക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് നമ്മളോട് അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ ജമ്മു കാശ്മീർ സർക്കാരും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരേ മനസ്സോടെ, ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹകരണത്തോടു കൂടി നമ്മുടെ സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ
ഇന്നലെ ഈ ഡ്രോൺ അറ്റാക്കിന് ശേഷം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ശേഷം നമ്മൾ രാവിലെ ഈ നിരത്തുകളിലൂടെ വന്നപ്പോഴെല്ലാം അവർ പറഞ്ഞത് ആ ഒരു ആത്മവിശ്വാസമാണ്. നമ്മുടെ സൈന്യം നമ്മുടെ കൂടെ ഉള്ളതാണ്. അവർ ഈ രാവിലെ പുറത്തിറങ്ങി നടക്കാനും അവർ ജോലിക്ക് പോകാനും അവർ പൊതുനിരത്തിലേക്ക് വരാനുമുള്ള പ്രധാനപ്പെട്ട കാര്യം ആ സൈന്യത്തിലുള്ള വിശ്വാസമാണ്. അവർക്ക് ഈ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാവരും എന്നോട് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. എല്ലാവരും ഈ S-400 കുറിച്ച് പറയുന്നു, സംസാരിക്കുന്നു. എല്ലാവർക്കും ഈ സംവിധാനത്തെ കുറിച്ച് അറിയാം. ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ആ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം എല്ലാവരും നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണം അനൂപ്, ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകും. ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാതെ പോകുന്ന അല്ലെങ്കിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ ഇരട്ടിയിലധികം തിരിച്ചടി നമ്മൾ പല സ്ഥലങ്ങളിലും നൽകുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലും ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. ഈ ഡ്രോൺ നമ്മൾ ആകാശത്ത് കാണുന്നത് ഇത് തകർക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ ഡ്രോണിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഇവിടുന്ന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ടേക്ക് ഓഫ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് പല രീതിയിലുള്ള ആക്രമണം അല്ലെങ്കിൽ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഓരോ ഓപ്പറേഷൻസിനും അല്ലെങ്കിൽ ഓരോ മിഷനും ഉണ്ടാകും. അത് ഓരോ സൈനിക വിഭാഗത്തിനും ഉണ്ടാകും. കരസേനയ്ക്ക് ഒന്നാണെങ്കിൽ അത് വ്യോമസേനയ്ക്ക് മറ്റൊന്നായിരിക്കും. ഇത് സംയുക്തമായി നടത്തുന്ന ചില ഓപ്പറേഷൻസ് ഉണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ആ പ്ലാനൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകും. ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടണം, അതിൻ്റെ കൃത്യമായ ബ്ലൂ പ്രിന്റ്, ഏതൊക്കെ വിമാനങ്ങൾ അതിനകത്ത് പങ്കെടുക്കണം, ഏതൊക്കെ ഡ്രോൺ വന്നാൽ ഏതൊക്കെ മിസൈൽ പ്രതിരോധ സംവിധാനം വെച്ച് അതിനെ തകർക്കണം, ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരവും കൃത്യമായ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു മിസൈൽ അവിടെ നിന്ന് ഒരു ഡ്രോൺ പറന്ന് പൊങ്ങുമ്പോൾ തന്നെ ഇവിടെ സിഗ്നൽ കിട്ടും. ആ സിഗ്നലിനനുസരിച്ച് ഇവിടെ നിന്ന് തയ്യാറാകും. കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് അതിനെ അടിച്ചിടും. അങ്ങനെയുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതാണ്. പാകിസ്ഥാനും ആ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ കുറച്ചുകൂടി വലുതാണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി നവീകരിക്കപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ. ഇത് നമ്മൾ ഈയിടയ്ക്ക് ഏകദേശം ഒരു 5 വർഷത്തിനിടയ്ക്ക് സ്വായത്തമാക്കിയ ആയുധ ശേഖരങ്ങളാണ് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. അറ്റാക്കിങ്ങിന് വേണ്ട പലതരത്തിലുള്ള ഓപ്പറേഷൻസിൻ്റെ പ്ലാനിംഗ് ഉണ്ട്. അതിന് സംയുക്തമായ പല രീതിയിലുള്ള കാര്യങ്ങളുമുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ 10 മിനിറ്റായി ഇതിനോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് നിമിഷവും ഏത് സമയത്തും ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകാം. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകും. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മുടെ സേനകൾ ഇരിക്കുന്നത്. ഇപ്പോഴും ജമ്മു നഗരം പൂർണ്ണമായും ലൈറ്റ് അല്ലെങ്കിൽ ഇരുട്ടിലാണ്. ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ, ഇതൊരു ദേശീയപാത ആയതുകൊണ്ട് ദീർഘദൂര വാഹനങ്ങൾ പോകുന്നതല്ലാതെ മറ്റു വാഹനങ്ങൾ പോകുന്നില്ല. ഞാൻ രാവിലെയൊക്കെ ലൈവ് നൽകുമ്പോൾ ധാരാളം ആൾക്കാർ നമ്മുടെ നമസ്തേ കേരളത്തിലൊക്കെ സംസാരിച്ച ഒരുപാട് ആൾക്കാരൊക്കെ നിന്ന സ്ഥലമാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഇപ്പോൾ ആരും ഈ റോഡിലില്ല. 1-2 ആൾക്കാർ മാത്രമേ ഈ റോഡിലുള്ളൂ. അത്തരത്തിൽ നഗരം വിജനമാണ്, ബ്ലാക്ക് ഔട്ടാണ്. ഇത് ഒരു സിറ്റിയാണ്, ഒരു നഗരമേഖലയാണ്. ഈ നഗരമല്ലാതെ ഈ കുറച്ചും കൂടി റൂറലിലേക്ക് പോകുന്ന സ്ഥലത്തും ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന് പലതരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ നമുക്ക് വാർത്താ ഏജൻസികൾ തരുന്നുണ്ട്. അവിടെ എന്തോ സംഭവിക്കുന്നുണ്ടോ? ലൈവാണ്.
അനൂപ, ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പുതിയ വിവരം, ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു മെസ്സേജ്, ഫൈറ്റേഴ്സ് ഓൺ ആക്ഷൻ ഫ്രം അൺഡിസ്ക്ലോസ്ഡ് പ്ലേസ് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫൈറ്റേഴ്സ് ആക്ഷൻ തുടങ്ങിയിരിക്കുന്നു, പക്ഷേ അത് എവിടെ എങ്ങനെയാണെന്നൊന്നും അവർ പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കൂടി, അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ നീക്കം കൂടി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് അല്പസമയം കഴിഞ്ഞതിന് ശേഷം അവർ ഔദ്യോഗികമായി തന്നെ ട്വീറ്റിലൂടെ അല്ലെങ്കിൽ PR വഴിയോ അറിയിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു തിരിച്ചടി കൃത്യമായി പാകിസ്ഥാന് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതൊരു ചെറിയൊരു പ്രകോപന ശ്രമം മാത്രമാണ്. ആ ശ്രമത്തെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയിലൂടെ ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറുപടി കൊടുത്തത് നമ്മൾ കണ്ടതാണ്. രാത്രിയിലും അതുപോലെ തന്നെ രാവിലെയും പാകിസ്ഥാൻ പലപ്പോഴും രാത്രിയിലാണ് ഇത്തരത്തിലുള്ള പ്രകോപന ശ്രമം നടത്തുന്നെങ്കിൽ ഇന്ത്യ, നമുക്കറിയാം, 2ാം ദിവസം പകലാണ് ഡ്രോൺ അവരുടെ കറാച്ചിയിൽ ഉൾപ്പെടെ, ലാഹോറിൽ ഉൾപ്പെടെ എത്തിച്ചേർന്ന വാർത്തയെ നമ്മളെല്ലാം കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഒരു അരമണിക്കൂറായി സ്ഥിതിയെല്ലാം ശാന്തമാണ്. പക്ഷേ ഇപ്പോഴും ജമ്മു നഗരം ബ്ലാക്ക് ഔട്ടിലാണ്, ഇരുട്ടിലാണ്. ഇപ്പോഴും വളരെ ജാഗ്രത ഈ നഗരത്തിലുണ്ട്. ഏത് സമയവും എന്തും സംഭവിക്കാമെന്നുള്ളൊരു മുൻകരുതൽ അവരുടെ ഭാഗത്ത് ഉണ്ട് എന്ന് വേണം. അങ്ങനെയുണ്ട്, അത്തരത്തിലുള്ളൊരു ജാഗ്രത എല്ലായിടത്തും ഉണ്ട്. അത് ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപന ശ്രമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ അയക്കൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, അതിൽ കൂടുതൽ എന്തുണ്ടായാലും ഇന്ത്യ അതിന്റെ ഒരു 2ഓ 3ഓ ഇരട്ടി തിരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഇതുവരെയും ഒരിടത്തും പാകിസ്ഥാൻ പോലും സമ്മതിച്ചിട്ടില്ല പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയിൽ വീണു, നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് പാകിസ്ഥാൻ, അല്ലെങ്കിൽ വെറുതെ വീരവാദം മുഴക്കാനുള്ള പാകിസ്ഥാൻ അത്തരത്തിലുള്ള ഒരു അവകാശവാദവും എവിടെ ഉന്നയിക്കുന്നത് കണ്ടിട്ടില്ല. 2 ദിവസമായി അവർ ഡ്രോണുകൾ അയക്കുന്നു. അത് കൃത്യമായി ഇല്ലാതാക്കി കളയുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രകോപനവും കാണുന്നില്ല. പക്ഷേ ഏത് സമയം ഉണ്ടാവാം. പുലർച്ചെ വരെ അവർ ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കും. മാത്രമല്ല, ഇപ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു വിവരം, അഖ്നൂർ, അതായത് ഈ ജമ്മുവിൽ നിന്ന് ഏകദേശം ഒരു 35-40 കിലോമീറ്റർ അകലെയാണ് അഖ്നൂർ എന്ന് പറയുന്ന മേഖല. അത് നിയന്ത്രണ രേഖയാണ്. അവിടെ ആൾവാസം ഒരു ഗ്രാമീണ മേഖലയാണ്. ഇത് നഗരമാണെങ്കിൽ അതൊരു ഗ്രാമീണ മേഖലയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ആ ഭാഗത്തും ഇത്തരത്തിലുള്ള ഡ്രോൺ ഇവർ പറത്തിവിടുന്നുണ്ട്. അതും കൃത്യമായി അവിടെ നിന്ന് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ആശങ്കപ്പെടുന്ന കാര്യം, അത് കുറച്ചും കൂടെ ഗ്രാമീണ മേഖല ആയതുകൊണ്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെയും നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമുണ്ട്. കാരണം ഈ ഒരു ഡ്രോണുകൾ അവിടെ നിന്ന് ഉയരുമ്പോൾ തന്നെ കൃത്യമായ സിഗ്നലുകൾ, അത് എങ്ങോട്ടാണ്, ഏത് ദിശയിലൊക്കെയാണ് പോകുന്നത്, അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഇന്റർസെപ്ഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായി സഹകരിച്ചുകൊണ്ട് ഈ ഒരു സൈന്യത്തിനൊപ്പം അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനൊപ്പം, ഇന്ത്യൻ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഒരു കൃത്യമായ നിർദ്ദേശം വീണ്ടും ഇല്ലില്ല, ഇനി ഞങ്ങൾ കഴിച്ചിട്ടില്ല. വിഷ്വലൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ കഴിച്ചിട്ടില്ല.